الحمد لله رب العالمين نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهد الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها فكل محدثة بدعة وكل بدعة ضلالة يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم والأرض وضعها للأنام فيها فاكهة والنخل ذات الأكمام ബഹുമാന്യരായ സത്യവിശ്വാസികളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ സൂക്ഷിച്ചുകൊണ്ട് തഖ്വയുള്ളവരായി ജീവിക്കണമെന്ന് എല്ലാവരെയും ഓർമ്മിപ്പിക്കുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും മുത്തഖീങ്ങളിൽ ഉൾപ്പെടുത്തുമാറാകട്ടെ. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ജീവിക്കുവാൻ പ്രയാസപ്പെടുന്ന മനുഷ്യരുടെ ജീവിതാനുഭവങ്ങൾ കണ്ടുകൊണ്ടാണ് ഓരോ ദിവസവും നാം എഴുന്നേൽക്കുന്നത്. ജീവിക്കുവാൻ പ്രയാസപ്പെടുന്ന ആളുകളുടെ കഷ്ടപ്പാടുകൾ കണ്ടുകൊണ്ടാണ് ഇന്ന് നമ്മൾ സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്നത്. ഈ ലോകത്ത് ജനിച്ച മുഴുവൻ മനുഷ്യർക്കും ജീവിക്കുവാൻ അർഹതയുണ്ട് എന്നും അത് അവരുടെ അവകാശമാണെന്നും അവർക്ക് ഭക്ഷണവും വെള്ളവും വസ്ത്രവും കിടപ്പാടവും ഔഷധവും എല്ലാം ലഭിക്കണം എന്നുമുള്ളത് ദൈവനിശ്ചയമാണ്, അള്ളാഹുവിൻ്റെ തീരുമാനമാണ്. അത് നമ്മിൽ ചില ആളുകൾ കയ്യേറുകയും അടക്കി വെക്കുകയും ചെയ്യുമ്പോൾ ആണ് മനുഷ്യർക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. ലോകത്തെ എല്ലാ മനുഷ്യർക്കും ഭക്ഷിക്കുവാനുള്ള ആഹാരം ഈ ലോകത്ത് അള്ളാഹു ഒരുക്കി വച്ചിട്ടുണ്ട്. ഈ ലോകത്ത് ജീവിക്കുന്ന മുഴുവൻ മനുഷ്യർക്കും ആവശ്യമുള്ള എല്ലാ വിഭവങ്ങളും ഇവിടെയുണ്ട്. ഇല്ലാത്തതല്ല പ്രശ്നം. ചില ആളുകൾ ചിലർക്ക് നൽകാതിരിക്കുന്നു. അത് വ്യക്തികളോട് അങ്ങനെ ചെയ്യുന്നു, പ്രദേശങ്ങൾ മറ്റ് പ്രദേശങ്ങളോട് ചെയ്യുന്നു, രാജ്യങ്ങൾ മറ്റ് രാജ്യങ്ങളോട് ചെയ്യുന്നു. അങ്ങനെ ചിലരെ അടക്കി ഭരിക്കുന്ന പ്രവണത ഉണ്ടായിത്തീരുമ്പോൾ മനുഷ്യന് അള്ളാഹു നൽകിയിട്ടുള്ള സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെടുകയും ചെയ്യുന്നു. ഈ ഒരു സാഹചര്യത്തിൽ സ്വാതന്ത്ര്യത്തെക്കുറിച്ചും മനുഷ്യൻ്റെ അവകാശങ്ങളെക്കുറിച്ചും ഇസ്ലാം നൽകുന്ന സന്ദേശങ്ങൾ എന്ത് എന്ന് ആലോചിക്കുന്നത് നല്ലതാണ്. മനുഷ്യർക്ക് ആവശ്യമായ ആദ്യത്തെ അവകാശം, മനുഷ്യന് വേണ്ട ഒന്നാമത്തെ സ്വാതന്ത്ര്യം ജീവിക്കുവാൻ സാധിക്കുക എന്നതാണ്. ഈ ലോകം അല്ലാഹു മനുഷ്യർക്ക് വേണ്ടി സൃഷ്ടിച്ചു. വൽ അർള വളഅഹാ ലിൽ അനാം, ഈ ഭൂമിയെ അല്ലാഹു മനുഷ്യന് വേണ്ടി വച്ചിരിക്കുന്നു എന്നാണ്, സംവിധാനിച്ചു വച്ചിരിക്കുന്നു എന്നർത്ഥം. മനുഷ്യൻ ജനിക്കുന്നതിന് മുമ്പ് തന്നെ, അല്ലെങ്കിൽ മനുഷ്യനെ അല്ലാഹു തആല ഈ ദുനിയാവിൽ സൃഷ്ടിക്കുന്നതിന് മുമ്പ് തന്നെ ഈ ലോകത്ത് ജനിക്കാൻ പോകുന്ന മനുഷ്യന് ആവശ്യമായ എല്ലാം സൃഷ്ടിച്ചിട്ടുണ്ട്. അവന് ആവശ്യമുള്ള വെള്ളമുണ്ട്, ഭക്ഷണമുണ്ട്, സസ്യങ്ങളുണ്ട്, കായ്കനികളുണ്ട്. എന്തിനേറെ മനുഷ്യന് ഇവിടെ ജീവിക്കുവാൻ പറ്റിയ സാഹചര്യമുണ്ട്. ശ്വസിക്കുവാനുള്ള വായുവും ആ വായു ഉൾക്കൊള്ളുവാനുള്ള ശരീരഘടനയും മനുഷ്യനുണ്ട്. അപ്പോൾ ഇത്രയും കൃത്യമായും ഭദ്രമായും അല്ലാഹു തആല ഈ ലോകത്തെ മനുഷ്യർക്ക് വേണ്ടി സൃഷ്ടിച്ചത്
ഏതെങ്കിലും ചിലർക്ക് മാത്രം അവകാശപ്പെട്ടതും ചിലർക്ക് മാത്രം ഉപയോഗിക്കാനുള്ളതുമാണ് എന്ന് ആക്കി തീർക്കുമ്പോഴാണ് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. ഖലഖലകും മാ ഫിൽ അർളി ജമിഅ, ഈ ഭൂമിയിലുള്ളതെല്ലാം നിങ്ങൾക്ക് വേണ്ടി സൃഷ്ടിച്ചിരിക്കുന്നു. ഈ ഭൂമിയിലുള്ളത് മനുഷ്യർക്ക് വേണ്ടി സൃഷ്ടിച്ചു. അപ്പോ മനുഷ്യനല്ലാത്ത ജീവികളുണ്ടല്ലോ, ഉണ്ട്, പക്ഷികളുണ്ട്, മൃഗങ്ങളുണ്ട്, മറ്റു പലതുമുണ്ട്. പക്ഷെ അവയൊന്നും തന്നെ മനുഷ്യനെ പോലെ ഇവിടെ ഏതെങ്കിലും ഒരു വലിയ ദൗത്യം ഏറ്റെടുത്ത് ഈ ഭൂമിയുടെ നിയന്ത്രണം ഏറ്റെടുത്ത് നടത്താനുള്ള ബാധ്യതയുള്ളതല്ല. ഈ ലോകത്തെയും ലോകത്തെ മനുഷ്യരെയും സേവിക്കുവാനും അവർക്കുപയോഗപ്പെടുത്തുവാനും പറ്റിയ രൂപത്തിലാണ് ഇതര ജീവികൾ എല്ലാം ഉള്ളത്. അതുകൊണ്ടാണ് അവയ്ക്ക് വിവേക ശക്തിയോ ബുദ്ധിയോ ചിന്തിക്കുവാനും ഗവേഷണം നടത്തുവാനുമുള്ള കഴിവോ ഒന്നുമില്ലാതെ ഒരു യാന്ത്രികമായി അവ ജീവിച്ചു പോരുന്നത്. അപ്പം മനുഷ്യന്, എല്ലാ മനുഷ്യർക്കും അല്ലാഹു തആല അവകാശമായി നൽകിയിട്ടുള്ള ജീവിതം, അതിലുള്ള അനുഭവങ്ങൾ അത് നിഷേധിക്കുന്നത് മൂലമാണ്, സ്വാതന്ത്ര്യം നിഷേധിക്കുന്നത് മൂലമാണ് പ്രശ്നങ്ങൾ ഉണ്ടാകേണ്ടത്. എവിടെയാണ് ഇത് ആരംഭിക്കുന്നതെന്നല്ലേ? ഒന്ന്, മനുഷ്യരെല്ലാവരും മനുഷ്യൻ എന്ന നിലയിൽ തുല്യരാണ് എന്നതാണ് ഖുർആനിന്റെ സമീപനം. മനുഷ്യരെല്ലാവരും മനുഷ്യത്വത്തിന്റെ വിഷയത്തിൽ തുല്യരാണ്. പല വ്യത്യാസങ്ങളുമുണ്ട്, ഭാഷാ വ്യത്യാസമുണ്ട്, നിറവ്യത്യാസമുണ്ട്, ജീവിക്കുന്ന പ്രദേശങ്ങളുടെ വ്യത്യാസമുണ്ട്, പല വ്യത്യാസങ്ങളുമുണ്ട്, ആദർശങ്ങളുടെ വ്യത്യാസമുണ്ട്, മതത്തിന്റെ വ്യത്യാസമുണ്ട്, പലതുമുണ്ട്. ഇതൊക്കെ ഉണ്ടെങ്കിലും മനുഷ്യൻ എന്ന നിലയിൽ മനുഷ്യന് ലഭിക്കേണ്ട മനുഷ്യത്വത്തിന്റെ പേരിലുള്ള അവകാശങ്ങൾ അത് വകവെച്ചു കൊടുത്തേ മതിയാകും. അതിനെന്താ രേഖ? ഇന്നാ ഖലഖനാകും മിൻ ദക്കരിൻ വ ഉൻസ, നിങ്ങളെല്ലാം നാം സൃഷ്ടിച്ചത് ഒരു പുരുഷനിൽ നിന്നും ഒരു സ്ത്രീയിൽ നിന്നുമാണ്. ഖുർആൻ യാ അയ്യുഹന്നാസ്, ജനങ്ങളെ എന്ന് പറഞ്ഞുകൊണ്ടാണ് അത് പ്രസ്താവിച്ചത്. എല്ലാ ജനങ്ങളോടുമാണ്. അതിൽ മുസ്ലിങ്ങളും മുസ്ലിങ്ങളല്ലാത്തവരും, അറബികളും അറബികളല്ലാത്തവരും, വിശ്വാസികളും വിശ്വാസമില്ലാത്തവരും, എല്ലാ മനുഷ്യരും, എല്ലാ മനുഷ്യരോടുമുള്ള അള്ളാഹുവിന്റെ ഒരു പ്രസ്താവനയാണ്, ജനങ്ങളെ, നിങ്ങളെ എല്ലാവരെയും ഞാൻ സൃഷ്ടിച്ചത് ഒരു പുരുഷനിൽ നിന്നും ഒരു സ്ത്രീയിൽ നിന്നുമാണ് എന്ന് പറഞ്ഞാൽ ഒരു മാതാവിൻ്റെയും പിതാവിൻ്റെയും മക്കളാണ് ഈ ലോകത്ത് ജീവിക്കുന്ന മുഴുവൻ ആളുകളും. പിന്നെ അള്ളാഹുവിങ്കൽ പരിഗണിക്കപ്പെടുന്നത് ആര്? അതൊക്കെ അള്ളാഹ് തീരുമാനിച്ചുകൊള്ളും. നിങ്ങളെ ഗോത്രങ്ങളാക്കി വർഗങ്ങളാക്കി അതൊക്കെ നിങ്ങൾ തിരിച്ചറിയാൻ വേണ്ടിയാണ് നിങ്ങളിൽ അള്ളാഹുവിങ്കൽ പരിഗണിക്കപ്പെടുക. ഇന്ന അക്രമക്കും ഇൻദല്ലാഹി അത്ഖാക്കും, അള്ളാഹുവിനോട് ഏറ്റവും കൂടുതൽ സൂക്ഷ്മതയുള്ള തഖ്വയുള്ളവരെയാണ്. ഇതാണ് ഖുർആനിന്റെ മനുഷ്യനോടുള്ള സമീപനം. ആ സമീപനമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നടപ്പിലാക്കിയിട്ടുള്ള നിയമം. മതത്തിന്റെയോ ജാതിയുടെയോ ഭാഷയുടെയോ പേരിൽ മനുഷ്യൻ എന്ന അവകാശം നിഷേധിക്കുന്നത് ഇസ്ലാം അംഗീകരിച്ചിട്ടില്ല. യുദ്ധവേളയിൽ പോലും നിങ്ങൾ നോക്കൂ, യുദ്ധമാണല്ലോ പലപ്പോഴും നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുന്നത്. യുദ്ധം, ഇപ്പോൾ പോലും നടക്കുന്ന യുദ്ധങ്ങൾ നോക്കൂ, ആയിരക്കണക്കിന് ആളുകൾ മരിച്ചു പോകുന്നത്, പതിനായിരക്കണക്കിന് ആളുകൾക്ക് മാരകമായ പരിക്കേൽക്കുന്നത്, ലക്ഷക്കണക്കിന് ആളുകൾ അവരുടെ നാടും വീടും ഉപേക്ഷിച്ച് പോകേണ്ടി വരുന്നത്, ഇതൊക്കെ ഇന്ന് കാണുന്ന യുദ്ധങ്ങൾ. അതായത് മനുഷ്യാവകാശത്തെക്കുറിച്ചും സ്വാതന്ത്ര്യത്തെക്കുറിച്ചുമൊക്കെ വലിയ വലിയ സ്വപ്നങ്ങൾ നെയ്തെടുക്കുന്ന ലോകത്താണ് നമ്മളത് കാണുന്നത്. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ യുദ്ധത്തിൽ പാലിക്കേണ്ട നിയമങ്ങൾ പറഞ്ഞെടുത്ത് യുദ്ധം യോദ്ധാക്കളോടായിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ കുട്ടികളെ കൊല്ലാൻ പാടില്ല, സ്ത്രീകളെ ഉപദ്രവിക്കാൻ പാടില്ല, ആരാധനാലയങ്ങളിൽ ആരാധനകളുമായി കഴിയുന്ന ആളുകൾ ഉപദ്രവിക്കാൻ പാടില്ല, മരം മുറിച്ച് നശിപ്പിക്കാൻ പാടില്ല, ജലാശയങ്ങൾ തകർക്കാൻ പാടില്ല. ഇതൊക്കെ എന്താ? എല്ലാവർക്കും ഉള്ളതാ. ഇതൊക്കെ എല്ലാവർക്കും കിട്ടേണ്ടതാണ്. എല്ലാവരുടെയും സ്വാതന്ത്ര്യവും ജന്മാവകാശവുമാണ്. ആ നിലയിൽ ലോകത്തെ മനുഷ്യരെല്ലാം ആദമിന്റെ മക്കൾ എന്ന നിലയിൽ ബനു ആദം വലഖദ് കറംനാ ബനി ആദം, നാം ആദമിന്റെ മക്കളെ ആദരിച്ചിരിക്കുന്നു എന്നത് ആണ് ഏറ്റവും വലിയ സ്വാതന്ത്ര്യം മനുഷ്യൻ ലഭിക്കുവാൻ വേണ്ടിയുള്ള ഏറ്റവും വലിയ ഒരു രേഖ. മറ്റൊന്ന്, അഭിപ്രായ വ്യത്യാസമുണ്ടാകുമ്പോൾ എങ്ങനെ കൈകാര്യം ചെയ്യണം. അഭിപ്രായ വ്യത്യാസങ്ങളിൽ ഇസ്ലാമികമായി നോക്കുമ്പോൾ ഇസ്ലാം ദീൻ തന്നെ, ഇസ്ലാം ദീൻ അള്ളാഹുവിന്റെ ദീനാണ്. എല്ലാ പ്രവാചകന്മാരും ജനങ്ങൾക്ക് നൽകിയ ദീൻ ഇസ്ലാമാണ്. അതിന്റെ അവസാന പതിപ്പാണ് ഈ ഖുർആനിലുള്ളത്.
അതാണ് അന്ത്യപ്രവാചകനായ മുഹമ്മദ് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനങ്ങളെ പഠിപ്പിച്ചത്. ഇതിൽ യാതൊരു സംശയവുമില്ല. അതാണ് സ്വീകരിക്കപ്പെടുന്ന ദീൻ, അതാണ് അള്ളാഹു തൃപ്തിപ്പെട്ട ദീൻ. അത് പഠിപ്പിക്കാൻ വന്നതാണ് അള്ളാഹുവിന്റെ പ്രവാചകനായ മുഹമ്മദ് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒക്കെയാണെങ്കിലും ഇത് അംഗീകരിക്കാത്ത ഒരാളുടെ ജീവിത സ്വാതന്ത്ര്യവും അവകാശവും എന്താ? ലക്കും ദീനുക്കും വലിയ ദീൻ, ലക്കും ദീനുക്കും നിങ്ങൾക്ക് നിങ്ങളുടെ മതം, വലിയ ദീൻ എനിക്ക് എൻ്റെ മതം. ഇതിനേക്കാൾ വലിയ ഒരു മതസൗഹാർദ്ദ പ്രഖ്യാപനം നടത്താൻ ആർക്കും കഴിയില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ മതം, എനിക്കെൻ്റെ മതം. ഈ പറഞ്ഞതിൻ്റെ അർത്ഥം ആർക്കും മറ്റുള്ള ഒരു മതത്തെ പഠിച്ചുകൂടാ എന്നോ ഇഷ്ടപ്പെട്ടത് സ്വീകരിച്ചുകൂടാ എന്നോ പഠിപ്പിക്കാൻ ശ്രമിക്കേണ്ടതില്ല എന്നോ അല്ല. പഠിപ്പിക്കണം, പറഞ്ഞു കൊടുക്കണം, ജനങ്ങളെ പരിചയപ്പെടുത്തണം, ദീനിന്റെ ദഅവത്ത് നിർവഹിക്കണം, ഇതൊക്കെ ശരി. പക്ഷേ ഇത് സ്വീകരിക്കാത്ത ആളുകൾക്ക് അവർക്ക് അവരുടെ മതം, നമുക്ക് നമ്മുടെ മതം എന്നത് ഇസ്ലാം അംഗീകരിച്ചിട്ടുള്ള അടിസ്ഥാനപരമായ ഒരു തത്വമാണ്. ലാ ഇക്റാഹ ഫിദ്ദീൻ, മതത്തിലേക്ക് നിർബന്ധിച്ചു കൊണ്ടുവരേണ്ടതില്ല, ബലാത്കാരം പാടില്ല. അഫാൻത തുക്രിഹുന്നാസ ഹത്താ യകൂനൂ മുഅ്മിനീൻ, അവരെല്ലാം മുഅ്മിനീങ്ങളാകാൻ താങ്കൾ അവരെ നിർബന്ധിക്കുന്നുവോ എന്ന് പറഞ്ഞാൽ നിർബന്ധിക്കേണ്ടതില്ല. അല്ലാഹു തആല ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ എല്ലാവരും വിശ്വാസികളാകുമായിരുന്നു. പക്ഷേ അങ്ങനെ നിർബന്ധിക്കുക എന്നത് അള്ളാഹുവിന്റെ ദീനിലില്ല, അള്ളാഹുവിന്റെ സുന്നത്തിലില്ല, ഇസ്ലാമിന്റെ രീതിയുമല്ല. അപ്പൊ ജീവിക്കുവാനുള്ള സ്വാതന്ത്ര്യത്തിൽ അവനവന്റെ ആശയവും വിശ്വാസവും അത് ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുവാനുള്ള സ്വാതന്ത്ര്യമാണ് ഇസ്ലാം അംഗീകരിച്ചു കൊടുത്തതും ഖുർആൻ ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുത്തതും. നമ്മുടെ രാജ്യത്തിന്റെ ഭരണഘടനയിലും രാഷ്ട്രപിതാവ് മുതൽ ഈ ഭരണഘടന എഴുതിയുണ്ടാക്കിയ മഹാന്മാർ ഒക്കെ തന്നെയും ഉൾക്കൊള്ളിച്ചിട്ടുള്ള ഒരു കാര്യം, ഈ രാജ്യത്ത് ജീവിക്കുന്ന ആളുകൾക്ക് അവരുടെ വിശ്വാസമനുസരിച്ച് ജീവിക്കുവാൻ സ്വാതന്ത്ര്യമുണ്ടാകും എന്നതാണ്. വിശ്വാസമനുസരിച്ച് ജീവിക്കുക, ആ വിശ്വാസം അനുഷ്ഠിക്കുക, ആ വിശ്വാസത്തെ പ്രബോധനം ചെയ്യുക, ഇത് നമ്മുടെ ഭരണഘടനയും അംഗീകരിച്ച സ്വാതന്ത്ര്യത്തിന്റെ ഏറ്റവും ഉജ്ജ്വലമായി നിൽക്കുന്ന രേഖകളാണ്. അത് നിബന്ധനകൾക്ക് വിധേയമാണ്. നിബന്ധനകൾക്ക് വിധേയം. രണ്ട് നിബന്ധനകളാണ് അതിൽ പറയുന്നത്. ഒന്ന് നമ്മുടെ ഭരണഘടന പറയുന്നത്, ഇന്ത്യൻ ഭരണഘടന പറയുന്നത്. ഒന്ന്, അത് പൊതുസമാധാനത്തിന് ദോഷമുണ്ടാക്കരുത് എന്നാണ്. അപ്പൊ ഞാൻ എൻ്റെ ദീൻ അനുഷ്ഠിക്കുന്നത് മൂലം നാട്ടിൽ കുഴപ്പമുണ്ടാകുക, പൊതുജന ആരോഗ്യത്തിന് തടസ്സമുണ്ടാകാൻ പാടില്ല എന്നാണ് മറ്റൊന്ന്. ഏതെങ്കിലും ഒരു വിഭാഗം ആളുകൾ അവരുടെ മതം അനുഷ്ഠിക്കുന്നത് വഴി മറ്റുള്ള ആളുകൾക്ക് ബുദ്ധിമുട്ട് വരുത്തുന്നുവെങ്കിൽ അത് നമ്മുടെ രാജ്യം അംഗീകരിച്ചിട്ടില്ല. ഒരു ഉദാഹരണം പറയാം. നമ്മൾ നമ്മുടെ ഒരു മതാവശ്യാർത്ഥം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വിഭാഗം അവരുടെ മതാവശ്യാർത്ഥം മറ്റുള്ള ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു പ്രവർത്തനം ചെയ്യുന്നുവെങ്കിൽ അത് ഭരണഘടനാ വിരുദ്ധമാണ് എന്നർത്ഥം. പക്ഷെ ഇതൊന്നും പാലിക്കാത്തതിന്റെ ഫലമായി കുഴപ്പമുണ്ടാകുന്നു, സംഘർഷമുണ്ടാകുന്നു, സർക്കാരിനും നിയമപാലകന്മാർക്കും പോലും ഒന്നും ചെയ്യാൻ കഴിയാത്ത വിധത്തിലുള്ള ക്രമസമാധാന പ്രശ്നമുണ്ടാകുന്നു. അല്ലെ, തെരുവിലിറങ്ങി വഴിമുടക്കിയാലേ മതം പൂർണ്ണമാകൂ എന്ന് നമ്മുടെ രാജ്യത്തെ പല മതവിഭാഗങ്ങളും വിചാരിക്കുന്നു. ആരാധന നടത്താനാവാം, അനുഷ്ഠാനങ്ങളുടെ പേരിലാവാം, ഉത്സവങ്ങളുടെ പേരിലാവാം, പലതും. പക്ഷേ അത് മതവിരുദ്ധമാണ് എന്നതാണ് മതത്തിൻ്റെയും കാഴ്ചപ്പാട്. നമ്മുടെ ഭരണഘടനയ്ക്ക് വിരുദ്ധമാണ് എന്നതാണ് ഭരണഘടനയുടെയും കാഴ്ചപ്പാട്. ഇതും നമ്മൾ അറിയണം. മറ്റൊരു കാര്യം ഞാൻ ആദ്യം പറഞ്ഞു, ജീവിക്കുവാനുള്ള സ്വാതന്ത്ര്യം. ഏതെങ്കിലും ഒരാൾ മറ്റൊരാളെ ജീവിക്കുവാനുള്ള സ്വാതന്ത്ര്യം ഹനിച്ചാൽ, ഒന്നാമത്തത് കൊല ചെയ്താൽ, എന്താ ഖുർആന്റെ സമീപനം? ഒരാൾ മറ്റൊരാളെ അന്യായമായി വധിച്ചാൽ വകഅന്നമ ഖതല അന്നാസ ജമിഅ, ജനങ്ങളെ മുഴുവൻ കൊന്നതിന് തുല്യമാണത് എന്ന്. ഒരാളും മറ്റൊരാളെ കൊലപ്പെടുത്താൻ പാടില്ല എന്നത് ദീനിന്റെ ഒരു തത്വമാണ്. ആ തത്വം മുറുകെ പിടിച്ചുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചത്. ഏതെങ്കിലും ഒരു യുദ്ധത്തിൽ സന്ധി സംഭാഷണത്തിന് വേണ്ടി ശത്രുപക്ഷം വന്നാൽ ആ സന്ധിയിലേക്കാണ് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ കാര്യം കൊണ്ടുപോയത്. വഇൻ ജനഹു ലിസ്സൽമി ഫജ്നഹ് ലഹാ, അവർ സന്ധിയിലേക്ക് വന്നാൽ താങ്കൾ ആ സന്ധിയിലേക്ക് താങ്കളും ചായുക എന്ന് ഖുർആൻ പറയുന്നു. ജീവിക്കുവാൻ അവകാശം നിഷേധിക്കപ്പെട്ട ഒരു സമൂഹമാണല്ലോ അടിമകൾ. പലരും
പല രാജ്യങ്ങളും ചില രാജ്യങ്ങളെ തന്നെ അടിമകളാക്കി വെച്ചു. വെള്ളക്കാർ ആഫ്രിക്ക വൻകരയിലെ കറുത്ത വർഗക്കാരെ അടിമകളാക്കി വെച്ചു. അവരെയാണ് യൂറോപ്പിലും അമേരിക്കയിലുമൊക്കെ കൊണ്ടുപോയി അടിമപ്പണി ഏൽപ്പിച്ചിരുന്നത്. അവർക്ക് പണം ഉണ്ടായിരുന്നില്ല, കൂലി ഉണ്ടായിരുന്നില്ല, ജീവിതമുണ്ടായിരുന്നില്ല, ഒന്നും ഉണ്ടായിരുന്നില്ല. ആ അടിമകളെ മുഴുവനും മോചിപ്പിക്കുവാൻ ക്രമപ്രവൃദ്ധമായ പ്രവർത്തനങ്ങളിലൂടെ ഇസ്ലാമിന് സാധിച്ചു. അടിമകളെ മനുഷ്യരായി പരിഗണിക്കണം എന്നതാണ് ആദ്യത്തെ ആഹ്വാനം. അവർ നിങ്ങളുടെ സഹോദരന്മാരും കൂട്ടുകാരുമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. നിങ്ങൾ തിന്നുന്നത് അവർക്ക് തിന്നാൻ കൊടുക്കണമെന്നും ഭാരമേറിയ പണികൾ അവരെ കൊണ്ട് ചെയ്യിപ്പിക്കരുത് എന്നും നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു കൊടുത്തു. മാത്രമല്ല, അടിമകളെ മോചിപ്പിക്കുക എന്നത് വലിയ പുണ്യകർമ്മമായി പ്രഖ്യാപിച്ചു. അതിനും പുറമെ വിശ്വാസികൾക്ക്, മുസ്ലിങ്ങൾക്ക് സംഭവിക്കുന്ന ചില പാപങ്ങളും കുറ്റങ്ങളും പരിഹരിക്കാനുള്ള പ്രായശ്ചിത്തമായി അടിമകളെ മോചിപ്പിക്കുക എന്നത് നിയമമാക്കി. അടിമ സ്ത്രീക്ക് സ്വതന്ത്രനായ ഒരാളിൽ ഒരു കുഞ്ഞു ജനിച്ചാൽ പിന്നെ ആ സ്ത്രീ അടിമയല്ലാതെയാകുന്നു എന്ന് നിയമം വെച്ചു. ഒരാളും ഒരു കാരണവശാലും ഒരു സ്വതന്ത്രനെ അടിമയാക്കാൻ പാടില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു കൊടുത്തു. അങ്ങനെയാണ് ദീർഘകാലം കൊണ്ട് ഇസ്ലാമിക സമൂഹത്തിൽ നിന്ന്, മുസ്ലിം ലോകത്ത് നിന്ന് അടിമത്ത സമ്പ്രദായം ഇല്ലാതെ ആയിത്തീർന്നത്. അത് മനുഷ്യൻ എന്ന പദവിയും ജീവിക്കുവാനുള്ള സ്വാതന്ത്ര്യവും നൽകിക്കൊണ്ടാണ് അത് ചെയ്തിട്ടുള്ളത് എന്നാണ്. മനുഷ്യന് ആവശ്യമുള്ള മറ്റൊന്ന് ജീവിത വിഭവങ്ങൾ കണ്ടെത്തുവാനും അത് സൂക്ഷിക്കുവാനും സാധിക്കുക എന്നതാണ്. അതാണ് തൊഴിൽ ചെയ്യുവാനും സമ്പാദിക്കുവാനുമുള്ള അവകാശം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹജ്ജത്തുൽ വദാഇലെ പ്രസംഗത്തിൽ പോലും നിങ്ങളുടെ സ്വത്തുക്കളും നിങ്ങളുടെ രക്തവും നിങ്ങളുടെ അഭിമാനവും മക്കയെപ്പോലെ, അറഫയെപ്പോലെ പരിശുദ്ധമാണെന്ന് പറഞ്ഞു. ഈ ദിവസത്തെ പോലെ, ഈ പ്രദേശത്തെ പോലെ, ഈ മാസത്തെ പോലെ പരിശുദ്ധമാണ് നിങ്ങളുടെ സ്വത്തുക്കളും നിങ്ങളുടെ രക്തവും നിങ്ങളുടെ അഭിമാനവും എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ രക്തം ചിന്താൻ പാടില്ല, മനുഷ്യന്റെ സ്വത്ത് അപഹരിക്കാൻ പാടില്ല, ഒരാൾ മറ്റൊരാളുടെ അഭിമാനത്തിന് ക്ഷതമേൽപ്പിക്കാൻ പാടില്ല എന്നത്. അപ്പൊ മനുഷ്യർക്ക് തൊഴിൽ ചെയ്യാനും മനുഷ്യർക്ക് സമ്പാദിക്കുവാനുമുള്ള സുരക്ഷിതത്വവും അതിനുള്ള സ്വാതന്ത്ര്യവും അവകാശവും മനുഷ്യന്റെ അവകാശമായി ഇസ്ലാം അംഗീകരിച്ച് കൊടുക്കുന്നുണ്ട്. സമൂഹത്തിൽ ചില സമ്പ്രദായങ്ങൾ ഉണ്ടായിരുന്നു. ചില ആളുകൾ മാത്രം തൊഴിൽ ചെയ്യുക, ചില ആളുകൾ തൊഴിൽ ചെയ്യാതിരിക്കുക, തൊഴിലിനോട് മ്ലേച്ഛമായ ഒരു സമീപനം കാണിക്കുക. അതിനൊക്കെ മാറ്റിയിട്ട് എല്ലാ തൊഴിലിനും മാന്യതയുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഒരാൾ തിന്നുന്ന ആഹാരത്തിൽ ഏറ്റവും നല്ലത് അവനവന്റെ കൈകൊണ്ട് അധ്വാനിച്ചുണ്ടാക്കിയ ആഹാരമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു കൊടുത്തു. യാചിച്ച് ജീവിച്ച ആള് വിളിച്ചിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് അയാളോട് തൊഴിൽ ചെയ്ത് ജീവിക്കാനാണ്. ഒരു മനുഷ്യൻ യാചിച്ചു വന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് വേണമെങ്കിൽ നമ്മളൊക്കെ ചെയ്യും പോലെ എന്തെങ്കിലും താൽക്കാലിക സഹായം ചെയ്ത് അവനെ പറഞ്ഞയക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവനോട് ചോദിച്ചു, നിന്റെ വീട്ടിൽ എന്താ ഉള്ളത്? അങ്ങനെ അയാളെ വീട്ടിലുള്ള സാധനങ്ങൾ കൊണ്ടുവന്നു, ഒരു പുതപ്പും ചില സാധനങ്ങളുമൊക്കെ. അത് കൊണ്ടുവന്ന് അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിറ്റിട്ട് അയാൾക്ക് ഒരു മഴുവും ഒരു കയറും വാങ്ങിക്കൊടുത്തു. വിറക് വെട്ടി കൊണ്ടുവന്ന് കയറുകൊണ്ട് കെട്ടാക്കി അങ്ങാടിയിൽ കൊണ്ടുപോയി വിൽക്കാൻ പറഞ്ഞു. 2 ആഴ്ച ജോലി ചെയ്ത ശേഷം തിരിച്ചു വരാൻ പറഞ്ഞു. അങ്ങനെ അയാൾ ആ കിട്ടിയ പണം കൊണ്ട് ഒരു മഴുവും ഒരു കയറും ശേഖരിച്ച് കാട്ടിൽ പോയി, അല്ലെങ്കിൽ മരം കിട്ടുന്ന സ്ഥലത്ത് പോയി മരം വെട്ടി വിറകാക്കി കൊണ്ടുവന്ന് വിറ്റു. 2 ആഴ്ച കഴിഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് വളരെ സന്തോഷത്തോടു കൂടി ആ യാചകൻ വന്നു. കാര്യങ്ങൾ തിരക്കിയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, കാര്യങ്ങൾ എങ്ങനെ? അദ്ദേഹത്തിന്റെ ജീവിതം സന്തോഷവും സുഖവുമാണ് എന്ന് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, ഇതല്ലേ താങ്കൾ ആളുകളോട് യാചിച്ച് നടക്കുന്നതും നല്ലത്? അവർ തരികയോ തരാതിരിക്കുകയോ ചെയ്യാം, പക്ഷെ അധ്വാനിച്ചുള്ള ഈ ജീവിതമാണ് നല്ലത് എന്ന്. സഹാബിമാരിൽ ജോലി ചെയ്യുന്ന ആളുകളുണ്ടായിരുന്നു, പല ജോലികളും ചെയ്യുന്നു. കൃഷിക്കാരുണ്ടായിരുന്നു, കന്നുകാലികളെ മേയ്ക്കുന്നവരുണ്ടായിരുന്നു, അതുപോലെ കച്ചവടം ചെയ്യുന്നവരുണ്ടായിരുന്നു, പലരും ഉണ്ടായിരുന്നു. അവർക്കൊക്കെ അവരുടെ തൊഴിലിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാന്യത ഏൽപ്പിക്കുകയും തൊഴിൽ ചെയ്യുന്ന ഒരു ശീലം അവരിൽ വളർത്തിയെടുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. തൊഴിലിന് പോകാത്ത ഒരു മനുഷ്യൻ പള്ളിയിൽ വെച്ച്
എപ്പോഴും ആരാധനയിൽ കഴിഞ്ഞപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു ചോദിച്ച ഒരു സംഭവമുണ്ട്. ആരാണ് ഇയാൾക്ക് ഭക്ഷണം കൊടുക്കുന്നത് എന്ന്. തൊഴിലിന് പോവില്ല, പള്ളിയിൽ ഇബാദത്തിലാണ് എപ്പോഴും. അപ്പോൾ ആളുകൾ പറഞ്ഞു അദ്ദേഹത്തിൻ്റെ സഹോദരനാണ് അദ്ദേഹത്തിന് ഭക്ഷണം കൊണ്ടുപോയി കൊടുക്കുന്നത് എന്ന്. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, എന്നാൽ ആ സഹോദരനാണ് ഇവനേക്കാൾ പുണ്യം ചെയ്തവൻ എന്ന്. തൊഴിൽ ചെയ്യുവാനുള്ള പ്രേരണയായിട്ട് വേണം നമ്മളത് കാണാൻ. തൊഴിൽ ചെയ്യുന്ന ആളുകൾക്ക് തൊഴിൽ സ്വാതന്ത്ര്യം അനുവദിച്ചു കൊടുക്കുക എന്നതും ഇസ്ലാമിൻ്റെ ഒരു നിയമമാണ്. ജീവിക്കുവാൻ പ്രയാസപ്പെടുന്ന കുറേ ആളുകളുണ്ട്. ശക്തരുടെ മുമ്പിൽ, ഇപ്പം നമ്മുടെ രാജ്യമൊക്കെ അങ്ങനെയായിരുന്നു, ശക്തരുടെ മുമ്പിൽ അടിച്ചമർത്തപ്പെട്ട ദീർഘമായ നൂറ്റാണ്ടുകൾ. അതിൽ നിന്ന് വളരെ കഷ്ടപ്പെട്ട ത്യാഗത്തിലൂടെ നേടിയെടുത്ത സ്വാതന്ത്ര്യം, ആ സ്വാതന്ത്ര്യമുള്ള രാജ്യത്ത് ഉള്ള പൗരന്മാർ സ്വതന്ത്രരായി സുരക്ഷിതരായി ജീവിക്കുവാൻ സാധിക്കുക എന്നത് സ്വാതന്ത്ര്യം കാത്തുസൂക്ഷിക്കുന്ന ആളുകളുടെ ബാധ്യതയാണ്. അതിൽ വളരെ പ്രധാനപ്പെട്ടതാണല്ലോ വൃദ്ധന്മാരുടെയും കുട്ടികളുടെയും സ്ത്രീകളുടെയും സുരക്ഷിതത്വം. വൃദ്ധന്മാർ ജീവിതകാലം മുഴുവനും അവർക്കും അവരുടെ കുടുംബത്തിനും അവരുടെ പ്രദേശത്തിനും മനുഷ്യ സമൂഹത്തിനും സേവനം ചെയ്ത് ജീവിതം അവസാനിക്കാൻ പോകുന്ന ആളുകളാണ്. അവർക്കിനി സംരക്ഷണം ഉണ്ടാകണം, സുരക്ഷിതത്വം ഉണ്ടാവണം, സമാധാനമുണ്ടാകണം, സന്തോഷമുണ്ടാകണം. അതാരുണ്ടാക്കും? നിയമം മൂലം ഉണ്ടാക്കാൻ കഴിയില്ല. മക്കളെല്ലാം മാതാപിതാക്കളെ നോക്കണമെന്ന് ഒരു സുപ്രീം കോടതിയുടെ വിധി വന്നാൽ അതുകൊണ്ടാവില്ല. നേരെ മറിച്ച് മനസ്സിൻ്റെ ഉള്ളിൽ നിന്ന് മാതാപിതാക്കളെ സന്തോഷിപ്പിക്കുക എന്ന മക്കളുടെ ബാധ്യതയാണെന്ന് വരണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഒരു വാക്ക്, അതായത് സൻആ മുതൽ ഹദറമൗത്ത് വരെ ഒരു ആട്ടിൻകുട്ടിക്ക് ഒറ്റയ്ക്ക് സഞ്ചരിക്കാൻ, അതായത് ഒന്നിനെയും പേടിക്കാതെ, ഒരു പെൺകുട്ടിക്ക് ഒന്നിനെയും പേടിക്കാതെ അല്ലാഹുവിനെ മാത്രം പേടിച്ച് സഞ്ചരിക്കുവാനുള്ള അവസരമുണ്ടാകും എന്ന്. ദിജ്ലയുടെ ടൈഗ്രീസിന്റെ തീരത്തെങ്ങാനും ഒരു ആട്ടിൻകുട്ടി വഴിതെറ്റിപ്പോയാൽ അള്ളാഹു ഭരണാധികാരിയായ എന്നോട് അതിനെപ്പറ്റി ചോദിക്കുമല്ലോ എന്ന് ഉമർ റളിയല്ലാഹു അൻഹു ഭയപ്പെട്ടിരുന്നു എന്നാണ്. അതൊരു വലിയ സംഗതിയാണ്. അപ്പോൾ ഒരു പ്രദേശം മുതൽ മറ്റൊരു പ്രദേശം വരെ ഒരു പെൺകുട്ടിക്ക് യാതൊരു ഉപദ്രവമേൽക്കാതെ പോകാനുള്ള ഒരവസരം സമൂഹത്തിൽ ധാർമ്മികത കൊണ്ട് പെരുമാറ്റ മര്യാദകൾ ഉണ്ടാകണം എന്നതല്ലേ ദീൻ ഉയർത്തിപ്പിടിക്കുന്ന സന്ദേശം. ഇന്നും നോക്കൂ നിങ്ങൾ, ഓരോ ദിവസവും നമ്മൾ എത്ര സമത്വം പറഞ്ഞാലും, സ്ത്രീകളുടെ അവകാശം പറഞ്ഞാലും, വനിതാ ദിനം ആചരിച്ചാലും, വനിതാ കമ്മീഷൻ ഉണ്ടാക്കിയാലും, എന്തായാലും അവർക്ക് പ്രശ്നങ്ങളുണ്ടാകുന്നു. ആരാ പ്രശ്നമുണ്ടാക്കുന്നത്? അത് സ്ത്രീകളല്ലല്ലോ. പ്രശ്നമുണ്ടാക്കുന്നത് പ്രധാനമായും പുരുഷന്മാരാണ്. എൻ്റെ മകളാണിത് എന്നോ, എൻ്റെ ഭാര്യയാണിത് എന്നോ, എൻ്റെ ഉമ്മയാണിത് എന്നോ മറ്റൊരു സ്ത്രീയെക്കുറിച്ച് ചിന്തിക്കാൻ കഴിയാത്തത് മൂലമാണ് സമൂഹത്തിൽ പുരുഷന്മാർ സ്ത്രീകളെ ഉപദ്രവിക്കുന്നത്. കുട്ടികളുടെ കാര്യവും നിങ്ങൾ നോക്കൂ, കുട്ടികളെ തട്ടിക്കൊണ്ടുപോകുന്നു, കുട്ടികളെ യാചനയ്ക്ക് ഉപയോഗിക്കുന്നു, കുട്ടികളെ അംഗവൈകല്യം ഉണ്ടാക്കുന്നു. ഒരു കുട്ടി, ജീവിക്കുവാൻ അവകാശമുള്ള ഒരു കുട്ടി എന്ന നിലയിൽ നമ്മളതിനെ, ആ കുട്ടിയെ കാണുന്ന സ്വഭാവവും ഇല്ലാതെയാവുന്നു. ഇങ്ങനെ വരുമ്പോൾ പിന്നെ ഈ ലോകത്ത് ജീവിക്കുവാൻ സാധ്യമല്ലാത്ത അവസ്ഥയുണ്ടാകും. അപ്പം മനുഷ്യന്റെ സ്വാതന്ത്ര്യം വകവെച്ചു കൊടുത്തുകൊണ്ട് എല്ലാവർക്കും സമാധാനത്തിൽ സന്തോഷത്തിൽ ജീവിച്ചു പോകുവാനുള്ള അവസ്ഥ ഉണ്ടാക്കലാണ് സ്വാതന്ത്ര്യത്തിൻ്റെ പൊരുൾ എന്ന് നാം അറിയണം. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ والعاقبة للمتقين وصلى الله على نبيه الكريم وعلى آله وصحبه أجمعين اتقوا الله عباد الله. അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ സൂക്ഷിച്ചുകൊണ്ട് തഖ്വയുള്ളവരായി ജീവിക്കണമെന്ന് വീണ്ടും ഉണർത്തുകയാണ്. പൗരബോധവും സാമൂഹിക ചിന്തയും നഷ്ടപ്പെടുന്ന വ്യക്തികൾ വളർന്നു വരുന്ന സമൂഹത്തിൽ മറ്റൊരാൾക്ക് ജീവിക്കുവാനുള്ള സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെടും എന്നത് ഉറപ്പാണ്. സാമൂഹിക ബോധം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ ഓരോരുത്തരും ഈ സമൂഹത്തിലെ വ്യക്തികളാണ് എന്നും നമ്മൾ കൂടി ഉൾക്കൊള്ളുന്നതാണ് ഈ സമൂഹമെന്നും മറ്റുള്ളവർ കൂടി ഉൾക്കൊള്ളുന്നതാണ് ഞാനുള്ള സമൂഹമെന്നുമുള്ള ബോധം നഷ്ടപ്പെടുന്നതാണ്.
അല്ലാമ ഇബ്നു ഖൽദൂൻ സാമൂഹിക ശാസ്ത്രത്തിൻ്റെ ഉപജ്ഞാതാവെന്നറിയപ്പെടുന്ന മഹാനായ പണ്ഡിതനാണ് ഇബ്നു ഖൽദൂൻ. അദ്ദേഹം പറയുന്നുണ്ട്, അദ്ദേഹത്തിൻ്റെ വിഖ്യാതമായ മുഖദ്ദിമ ലോക ചരിത്രത്തിനൊരാമുഖം എന്ന ഗ്രന്ഥത്തിൽ, അൽ ഇൻസാനു മദനിയും ബിതബഇഹി, മനുഷ്യൻ അവൻ്റെ പ്രകൃതിയിൽ തന്നെ നാഗരികനാണ്. അതായത് നാഗരിക ജീവിതം, സാമൂഹിക ജീവിതം നയിക്കുന്നവനാണ് എന്ന് പ്രകൃതിയിൽ തന്നെ. എന്നിട്ട് അദ്ദേഹം അത് വിശദീകരിക്കുന്നുണ്ട്. ഒരാൾ ഒറ്റയ്ക്ക് ജീവിക്കാൻ തീരുമാനിച്ചാൽ, അപ്പം അങ്ങനെ ചിലരുണ്ട്, ആരും വേണമെന്നില്ല, എൻ്റെ കാര്യത്തിനൊക്കെ ഞാൻ തന്നെ മതി എന്ന് വിചാരിച്ച് ഒറ്റപ്പെട്ട ഒരാൾ ജീവിക്കാൻ സാധിക്കുമോ? അദ്ദേഹം പറയുന്നു സാധ്യമല്ല. നമുക്കൊക്കെ അറിയുന്ന കാര്യമാണെങ്കിലും ഒരു സോഷ്യോളജിയുടെ ഉപജ്ഞാതാവിൽ നിന്നുണ്ടാകുന്ന വാക്ക് അദ്ദേഹം പറയുന്നു. എങ്ങനെ ജീവിക്കും? ഭക്ഷണം വേണ്ടേ? അപ്പോൾ ഒരാൾ തീരുമാനിക്കുക, എൻ്റെ ഭക്ഷണം ഞാനുണ്ടാക്കും. ശരി, നീ എങ്ങനെ ഉണ്ടാക്കും? നിനക്ക് ഭക്ഷണത്തിൻ്റെ ധാന്യങ്ങളും പഴങ്ങളും പച്ചക്കറികളും വേണ്ടേ? അത് പാകം ചെയ്യാൻ പാത്രങ്ങൾ വേണ്ടേ? ഓ ശരി, ഞാൻ തന്നെ കൃഷി ചെയ്തു കൊള്ളും. എങ്കിൽ നിനക്ക് കൃഷി ഉപകരണങ്ങൾ വേണ്ടേ? നിനക്ക് വീടുണ്ടാക്കണ്ടേ? നിനക്ക് വസ്ത്രം വേണ്ടേ? അപ്പോൾ നമ്മൾ ആഹരിക്കുന്നതും നമ്മൾ കുടിക്കുന്നതും നമ്മൾ ഉപയോഗിക്കുന്നതുമായ സാധനങ്ങൾ അധികവും നമുക്ക് വേണ്ടി വേറെ ആരോ ഉണ്ടാക്കുന്നതാണ്. ഒരു ഗ്ലാസ് പച്ചവെള്ളം കുടിക്കാൻ നിങ്ങൾ ആലോചിച്ചു നോക്കൂ. ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുന്ന നിങ്ങൾ, വളരെ ലളിതമാണ് സംഗതി, പക്ഷെ അതിന് എത്ര ആൾ പണിയെടുത്തിട്ടുണ്ടാകും അല്ലേ? വെള്ളം കിട്ടാൻ കിണർ കുഴിച്ച ആളുകളില്ലേ? അതിന് ഉപകരണം ഉണ്ടാക്കിയവരില്ലേ? ആ ഗ്ലാസ് ഉണ്ടാക്കിയവരില്ലേ? പാത്രം ഉണ്ടാക്കിയവരില്ലേ? എന്തെല്ലാം. അപ്പോൾ ഏറ്റവും ചെറിയ ഒരു കാര്യം പോലും ഒരാൾക്ക് അനുഭവിക്കണമെങ്കിൽ വേറെ ആൾ പണിയെടുത്തിട്ടുണ്ടാകണം. അപ്പോൾ നമുക്ക് സാധാരണ പണിയെടുക്കുന്ന തൊഴിലാളികൾ, ആ തൊഴിലാളികൾ പണിയെടുക്കുന്നത് മൂലമല്ലേ രാജ്യം വികസിക്കുന്നത്, റോഡുണ്ടാകുന്നത്, കെട്ടിടങ്ങളുണ്ടാകുന്നത്, പാലങ്ങളുണ്ടാകുന്നത്, വിമാനമുണ്ടാകുന്നത്, വിമാനത്താവളമുണ്ടാകുന്നത് എല്ലാം. ആ പണിയെടുക്കുന്ന ആളുകൾ രാജ്യത്തിന്റെ വികസനം ആഗ്രഹിച്ചിട്ടൊന്നാവില്ല, അന്നത്തെ കൂലിപ്പണിയാണത്. പക്ഷെ അതിന്റെ ഫലം അനുഭവിക്കുന്നത് ഒരു പക്ഷേ ഒരിക്കലും വിമാനത്തിൽ കയറാത്തവനായിരിക്കാം വിമാനമുണ്ടാക്കിയത്, ഒരിക്കലും കാറിൽ യാത്ര ചെയ്യാത്തവനായിരിക്കാം കാറുണ്ടാക്കിയത്. അങ്ങനെ നിങ്ങൾ ആലോചിച്ചു നോക്കൂ. നമുക്ക് വേണ്ടി മറ്റുള്ളവർ പണിയെടുത്താൽ മാത്രമേ നമുക്കിവിടെ ജീവിക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പം ഞാൻ ഒറ്റക്കല്ല, ഈ ലോകത്ത് ജീവിക്കുന്ന കോടിക്കണക്കിന് മനുഷ്യരിൽ ഒരാളാണ്. അതുകൊണ്ട് തന്നെ എൻ്റെ മനസ്സിൻ്റെ ഉള്ളിലുള്ള ചിന്ത എന്നെപ്പോലെ മറ്റുള്ളവനെ, അല്ലെ മറ്റുള്ളവനെ എന്നെപ്പോലെ കരുതാനുള്ള ഒരു വികാരമുണ്ടാവുക എന്നതാണ്. അത് ഞാനായിരുന്നെങ്കിൽ എന്നത് നമ്മൾ ആലോചിച്ചാൽ നമുക്ക് ആളുകളെ, അവരുടെ അവകാശങ്ങളെ, അവരുടെ സ്വാതന്ത്ര്യത്തെ, അവരുടെ അഭിമാനത്തെ, അവരുടെ സ്വത്തിനെ നമുക്ക് കവർന്നെടുക്കുവാനോ നശിപ്പിക്കുവാനോ കഴിയില്ല. ഇതായിരിക്കണം സ്വാതന്ത്ര്യത്തെക്കുറിച്ച് ആലോചിക്കുമ്പോൾ നമ്മുടെ മുമ്പിലുണ്ടാകുന്നത്. എല്ലാവർക്കും ജീവിക്കുവാനും, എല്ലാവർക്കും സമാധാനത്തിൽ കഴിയുവാനും, എല്ലാവർക്കും സുഭിക്ഷത വരുവാനും എല്ലാ മനുഷ്യർക്കും അതിനുള്ള സാഹചര്യം ഒരുക്കണം. അതാണ് ഇന്ന് ഈ സ്വാതന്ത്ര്യദിനത്തിൽ ഇസ്ലാമികമായ ഒരു കാഴ്ചപ്പാടിലൂടെ എനിക്ക് നിങ്ങളെ ഓർമ്മിപ്പിക്കാനുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്നിവിടെ നമ്മൾ മാസത്തിലൊരിക്കൽ സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയുള്ള ഫണ്ട് ശേഖരിക്കും. അതിന് നിങ്ങൾ ഉദാരമായി ദാനം ചെയ്യണം എന്ന് ഓർമ്മിപ്പിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്ന് വരുന്ന കുറ്റങ്ങളും പാപങ്ങളും വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. റഹ്മാനായ അള്ളാഹുവെ, ഞങ്ങളിൽ നിന്ന് വന്നു പോകുന്ന തെറ്റുകുറ്റങ്ങൾ നീ ഞങ്ങൾക്ക് മാപ്പാക്കി തരണമേ. ഞങ്ങളിൽ രോഗങ്ങൾ കൊണ്ട് കഷ്ടപ്പെടുന്ന ആളുകളുടെ എല്ലാ രോഗങ്ങളെയും അള്ളാഹുവെ നീ സുഖമാക്കി തരണമേ. ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടുപോയ ആളുകൾക്ക് നീ മഗ്ഫിറത്ത് നൽകി അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ എല്ലാ സാലിഹായ ഉദ്ദേശങ്ങളെയും അള്ളാഹുവെ നീ പൂർത്തീകരിച്ച് തരണമേ. ദുആ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടിട്ടുള്ള, വസിയത്ത് ചെയ്തിട്ടുള്ള എല്ലാവരുടെയും എല്ലാ സാലിഹായ ഉദ്ദേശങ്ങളെയും അള്ളാഹുവെ നീ പൂർത്തീകരിച്ച് തരണമേ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഅഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിയൽ ഹജാത്ത്. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. റബ്ബനാ യാ ഗാഫിറൽ മുദ്നിബീൻ اللهم أعز الإسلام والمسلمين. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما.
ربنا لا تؤاخذنا إن نسينا أو أخطأنا ربنا ولا تحمل علينا إصرا كما حملته على الذين من قبلنا ربنا ولا تحملنا ما لا طاقة لنا به واعف عنا واغفر لنا وارحمنا أنت مولانا فانصرنا على القوم الكافرين ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار وصلى الله على نبينا محمد وعلى آله وصحبه وسلم.